ഇന്നിവിടെ നമ്മുടെ സെക്രട്ടറി മറ്റു അംഗങ്ങൾ അതിലെല്ലാം ഉപരി ഇതിനിവിടെ നമുക്ക് ഒരു മീറ്റിംഗ് നടത്താനുള്ള വേദി ഒരുക്കുന്ന മരിന ഹസ്ബൻഡ് അവർക്ക് ആദ്യം തന്നെ സംഘടനയുടെ പേരും എൻ്റെ വ്യക്തികളുടെ പേര് നന്ദി രേഖപ്പെടുത്തും. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അതിലൊരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സെക്രട്ടറി തന്നെയാണ്. 498A അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാഡം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയും. എനിക്ക് ഞാൻ അപ്പം ശരിക്കും ഒന്നും പ്രിപ്പയർഡ് അല്ല എന്നിരുന്നാൽ തന്നെ ഒരു വിഷയത്തിൽ ഞാനും 1-2 സ്പീച്ച് പറയാം എന്നുള്ള രീതിക്കാണ് തീരുമാനമെടുത്തത്. അത് വേറൊന്നുമല്ല, ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലിംഗസമത്വമാണല്ലോ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ ഉപരി ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും മറ്റ് നമ്മുടെ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളായാലും ആരായാലും ജെൻഡർ ഇക്വാലിറ്റിയാണ് ഊന്നിയാണ് ഈ പറയപ്പെടുന്ന ഓരോ നിയമനിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ജോബ് ഇക്വാലിറ്റി, അതായത് ജോലിയിലുള്ള തുല്യ പങ്കാളിത്തം. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റീസ്, ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊരു വാക്കും കൂടെ അതിനകത്ത് ഇക്വാലിറ്റിക്കകത്ത് ഈ ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരു വിഭാഗം ഇഗ്നോർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഇവർക്ക് കിട്ടേണ്ടുന്ന പ്രിവിലേജിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഇക്വാലിറ്റിയാണ് ഇന്നത്തെ കാലത്ത് മുമ്പോട്ട് വരുന്നത്. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതൊന്നും. രണ്ടാമത് വരുന്നത് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത് വരുന്നത് ജനറൽ ഇക്വാലിറ്റി, അതായത് ജോബ്സ്. ഇപ്പം അതിനകത്ത് വേറൊരു വസ്തുതയും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരേ ജോബിന് വ്യത്യസ്ത വേതനം, അതായത് മെയിൽ ഒരു ജോബ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന സാലറി ലേഡീസ് ചെയ്യുമ്പം അതിന് സാലറി കുറവ് എന്നുള്ള കൺസെപ്റ്റാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എവിടെയും അങ്ങനെ ഒരു ഡിഫറൻസ് ഇന്നേ വരെ ഇല്ല. ഏത് ജോബിന് ആര് സെലക്ട് ആവുന്നുണ്ടോ അവർക്ക് ഈക്വൽ ജോബുമാണ്, ഈക്വൽ പേയുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഈ ജോബിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ചിലപ്പം ശമ്പളം കുറയാം. കാരണം അവരെടുക്കുന്നത് വർക്ക് ലോഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് ഒരു ടൈമും കൊടുക്കും. ആ ടൈമിനകത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള സാലറിയാണ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സെയിം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇവർ അധികം സമയം എടുക്കുന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അവരുടെ സാലറിയും മന്ത്ലി സാലറി കുറയും. അതപ്പോ ഈക്വൽ ജോബ് ഈക്വൽ വേജ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പേർക്ക് 2 വേജ് എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസം വരുന്നതിന്റെ കാരണം ഇവിടാണ്. പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസിന്റെ കാര്യം വരുമ്പോഴാണ് വേറൊരു വിഷയം വരുന്നത്. ഒരു എംപ്ലോയി മാക്സിമം പോയാൽ അവന്റെ ലൈഫിൽ വർക്ക് ചെയ്യുന്നത് 25 വർഷം അല്ലെങ്കിൽ 27 വർഷം, ഇനി അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ 18 വയസ്സിൽ കയറിയാൽ മാക്സിമം പോയാൽ സർവീസ് 30 വർഷം. ഈ 30 വർഷത്തിനകത്ത് ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ ഒരു 40 ദിവസം ലീവ്, ഒരു എൻഡ് ലീവ് അല്ലെങ്കിൽ കാഷ്വൽ ലീവ്, അങ്ങനെയുള്ള മറ്റുള്ള ലീവുകളെല്ലാം 40 ലീവ് ഒരു വർഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് സെക്ടറിൽ അതിനനുസരിച്ചുള്ളത് കിട്ടും. പക്ഷെ ഇതിനകത്ത് ഈ പറയപ്പെടുന്ന ലീവിന് പുറമെ ലേഡീസിന് നമ്മൾ വേറൊരു കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ 2 years ഈ ചൈൽഡ് കെയർ ലീവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 years എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക്, അങ്ങനെ 2 കുട്ടികളാകുമ്പോൾ 4 വർഷമാണ്. അത് ഈ സർവീസ് കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും എടുത്തു തീർത്താൽ മതി. ഈ 4 വർഷം ലീവ് എന്ന് പറയുന്നത് അത് വിത്ത് സാലറിയാണ്. ഇതൊക്കെ ഇവർക്ക് അനുവദിച്ച് കൊടുത്തതിന് ശേഷമാണ് ഈക്വൽ ജോബ് ഇല്ല, അല്ലെങ്കിൽ ഈക്വൽ ജോബിന് ഈക്വൽ പേ ഇല്ല എന്നുള്ള ഒരു പരിതാപകരമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിന് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാം അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ഈ പ്രൈവറ്റ് സെക്ടറിൽ IT കമ്പനിയാലും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ജോബ് വ്യത്യാസം വരുന്നതിന്റെ ഫാക്ടേഴ്സ് ഒന്നിതാണ്. ഒന്ന്, ഇവർക്ക് ടൈം കൊടുക്കുന്ന ടൈമിനകത്ത് ജോലി ചെയ്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജോബ് ഡിഫറൻസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ആഗോള അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു 30% ടോട്ടൽ ജോബ്സിൽ 30% ലേഡീസ് ഉണ്ട്, ബാക്കി 70% ജെൻസ് ആണ്. ഈ 30% ഇവർ പരിമിതപ്പെട്ടു പോയതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം മനസ്സിലാവും. കാരണം ഇപ്പോൾ ഒരു ബാങ്കിൽ ചെന്ന് നോക്കിയാലും ഒരു സ്കൂളിൽ ചെന്ന് നോക്കിയാലും അവിടെ അധികവും ലേഡീസ് സ്റ്റാഫാണുള്ളത്. എന്താണ് കാരണം? ബാക്കിയുള്ള ചില ഫീൽഡ്, മിലിറ്ററി, ഡിഫൻസ്,
പിന്നെ മറ്റേ ഈ അസംഘടിത മേഖലകൾ, അതായത് ഇങ്ങനെയുള്ള അല്ലാത്ത മേഖലകളിൽ നോക്കിയാൽ അവിടെ പുരുഷന്മാരാണ് കൂടുതൽ. എന്താണ് ഈ കാരണം വരുന്നത്? ഇവർക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോബിന് ഇവർ അട്രാക്ട് ആവുന്നു. ബാക്കിയുള്ളതിനകത്ത് നിന്ന് കുറച്ച് പ്രയാസങ്ങൾ വരുന്ന ജോബിൽ കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ നിന്ന് മാറിയിട്ട് ലൈറ്റ് ജോബിലോട്ട് പോകാൻ താല്പര്യപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ ആൾക്കാർ കൂടുതലും, മറ്റേ കാറ്റഗറിയിൽ ആൾക്കാർ കുറയുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ജോബിന്റെ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ എടുത്തു നോക്കുമ്പോൾ ടോട്ടൽ ജോബിന്റെ പോപ്പുലേഷൻ എടുക്കുന്നത്, ടോട്ടൽ ജോബിന്റെ പോപ്പുലേഷൻ എടുക്കുമ്പോഴാണ് ഈ 70-30 എന്നുള്ള ഡിഫറൻസ് വരുന്നത്. നേരെ മറിച്ച് ഇതൊരു ഒരു പർട്ടിക്കുലർ ക്ലാസ്, അതായത് ഗവൺമെന്റ് ജോബ് മാത്രം എടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 50 അല്ല, അതിന് മേളിൽ ലേഡീസിന് പാർട്ടിസിപ്പന്റ് ഉണ്ട്. എക്സെപ്റ്റ് ഡിഫൻസ്, അത് അവിടെ മാറി കിടക്കണം, അതിനകത്ത് ഞാൻ പറയുന്നില്ല. ബാക്കി ഡിഫൻസ് അല്ലാതെ ഈ ബാങ്കിങ് മേഖലയാവട്ടെ, എഡ്യൂക്കേഷൻ മേഖലയാവട്ടെ, ബാക്കി ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഈ പറയുന്ന വ്യത്യാസം അവിടെ കാണാൻ പറ്റില്ല. ഒരു ബാങ്കിൽ നിങ്ങൾ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള മെയിൽ എംപ്ലോയീസിനേക്കാൾ ലേഡീസ് എംപ്ലോയീസ് ഉണ്ട്. ഏത് സ്കൂളിൽ ചെന്ന് നോക്കി, കോളേജിൽ നോക്കി, എവിടെ വേറെ അങ്ങനെയുള്ള നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലോ അങ്ങനെയാണ് ഉണ്ട്. അതില്ലാതിരിക്കുന്ന ചില മേഖലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫൻസ്, ഒന്ന് പോലീസ്, ഒന്ന് പിന്നെ ഇതുപോലെ ഈ ഡേയും നൈറ്റും ഒക്കെ മാറി മാറി, അതായത് ഇറഗുലർ റൊട്ടീൻ ഉള്ള ജോബ്സ് വരുന്ന ഏരിയകളിലാണ് ലേഡീസിന് എണ്ണം കുറവ്. അപ്പൊ ഇവർ ഈ വെക്കുന്ന വാദഗതിക്കകത്ത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവർക്ക് ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ മാത്രമാണ് ഇവർ ചെല്ലാതിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടുള്ള പെർസെന്റേജ് ആണ് ഈ പറയുന്നത്. 30:70 എന്നുള്ള പെർസെന്റേജ് ആണ് വരുന്നത്. അതിനകത്ത് ഇക്വാലിറ്റിക്കകത്ത് മീറ്റ് ആവുന്നില്ല. ഇക്വാലിറ്റി മീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 50:50 വേണം. 50:50 ഒരു കാലത്തും ഇതിനകത്ത് മീറ്റ് ആവില്ല. കാരണം ഇത്രയും റെസ്പോൺസിബിലിറ്റി, അതായത് ഇക്വാലിറ്റിയുടെ ഫസ്റ്റ് ടേം ആണെന്നുള്ള റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു വാക്ക്, ഈക്വൽ റെസ്പോൺസിബിലിറ്റി, അത് ഇവർ ഏറ്റെടുക്കാത്തടത്തോളം കാലം ഈ പറയുന്ന 50-50 ഷെയറിംഗ് ഒരിക്കലും വരില്ല. വരാത്തതിന്റെ കാരണം അതാണ്. പിന്നെ ഇതിനകത്ത് തന്നെ എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 75,000-80,000 രൂപ കുറഞ്ഞത് സാലറി എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി TMR, ട്രെയിൻ മാനേജർ എന്ന് പറയും. ശമ്പളം നല്ല രീതിയിലുണ്ട്, പക്ഷെ ഡേയും നൈറ്റും ഡ്യൂട്ടി ഉണ്ട്. പുള്ളിക്കാരത്തി കയറിയിട്ട് ഒരു 4 വർഷമായുള്ളൂ. ഇപ്പം ആ ജോലി കളഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ പോയി പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും ജോലി ഒപ്പിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇതിനകത്ത് ജോലി കൊടുക്കാത്തതുകൊണ്ടല്ല, ഗവൺമെന്റ് ഇവർക്ക് ഒരു പാർഷ്വാലിറ്റിയും കാണിക്കാതെ ജോലികൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുത്തവർ എത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് വേറൊരു സ്റ്റഡി വരെ നടത്തേണ്ടി വരും. കണ്ടിന്യൂ ചെയ്യും. എവിടെയാണെന്നറിയോ? ഒരു ക്ലറിക്കൽ ജോബ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലീവ് എടുക്കുക, അല്ലെങ്കിൽ വരാതെ ഒപ്പിട്ട് മാറി, അങ്ങനെയുള്ള ചില ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള ടൈമില് ഇവർ വന്ന് ബയോമെട്രിക് എൻട്രി നടത്തി, മെഡിക്കൽ ടെസ്റ്റ് നടത്തി ജോബിന് കയറി കഴിഞ്ഞാൽ ആ മണിക്കൂർ ഇത്രയും കൃത്യമായിട്ടും ജോലി ചെയ്ത് ഇറങ്ങേണ്ടി വരുന്നു. ഡേ ആൻഡ് നൈറ്റ് വ്യത്യാസമില്ല വർക്ക് ചെയ്യേണ്ടി വരുന്നു. അവിടെ പരിഗണനകൾ കിട്ടാതെ പോകുന്നു. ലേഡീസ് ആണെന്ന് പറഞ്ഞാൽ നൈറ്റ് വരാതിരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല, വേണമെങ്കിൽ വന്ന് അടുത്ത് താമസിച്ചോണം, അതാണ് അതിന്റെ റൂൾ. അങ്ങനെയുള്ള ജോബ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ അധികം നാൾ മിക്കവാറും കണ്ടിന്യൂ ആവില്ല. കണ്ടിന്യൂ ആവാതെ വരുമ്പോൾ അവിടെ ഇവരുടെ വേക്കൻസി കുറഞ്ഞു കിടക്കും. അപ്പോഴും പറയുന്നത് എന്താണ്? ഈ ടോട്ടൽ റേഷ്യോ ആണ് എടുക്കുന്നത് 30:70. ഈ 30:70 ഇവർ പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇതിനകത്ത് ഒരു ഗവൺമെന്റും ഇന്നേ വരെ ഈ സെയിം ജോബിന് 2 സാലറി നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സെക്ടർ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റും? ഇവിടെ ഇപ്പോൾ ഒരു ടീച്ചർ കയറുന്നു, മെയിൽ ടീച്ചർ കയറിയാലും ഫീമെയിൽ ടീച്ചർ കയറിയാലും ശമ്പളത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒരു കാറ്റഗറിയിലും അത് ചെയ്യുന്നില്ല. ചെയ്യുന്നത് ചില പ്രൈവറ്റ് മേഖലകളിൽ അത് ചെയ്യും, കാരണം അവർക്ക് വേണ്ടുന്ന പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെ വരുന്നിടത്താണ് ഈ കുറച്ച് വേജ് ഡിഫറൻസ് വരുന്നത്. പക്ഷെ ആ വേജ് ഡിഫറൻസ് വെച്ചുകൊണ്ട് എല്ലായിടത്തും ഞങ്ങൾക്ക് ജോബിന് സാലറി കുറവാണ്, പുരുഷന്മാർ കുറെ സാലറി അധികം മേടിക്കുന്നു, ഈ രീതിയിലുള്ള ഡിഫറൻസുകളും പല കാര്യങ്ങളുമാണ് ഇതിനകത്തുള്ളത്. ജെൻഡർ ഇക്വാലിറ്റിക്കകത്ത് എനിക്കെടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വൽ സാലറി എല്ലാം തന്നെയും ശരിയാവാം. പക്ഷേ എന്നുണ്ടെങ്കിൽ മറ്റൊരു ഇതായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി കൂടെ ഷെയർ ചെയ്യാനുള്ള കാര്യം ഇവരും കൂടെ നോക്കണം. ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാതെ ഒരു കാരണവശാലും ഒരു കാറ്റഗറി മുന്നോട്ട് വന്നത് എത്ര വരും. അല്ലാതെ പ്രിവിലേജസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജെൻഡർ ഇക്വാലിറ്റി പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഒരു കാര്യം നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കയ്പും മധുരവും ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഇത് വേണം. അല്ല ആരും ഒരാൾക്ക് ഒരു പ്രിവിലേജസ് മാത്രമായിട്ടൊരു ഇക്വാലിറ്റി വിഭാവനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ലോകത്ത് എവിടെയും കിട്ടാൻ പോകുന്നില്ല. അല്ല ആരും ഒരാൾക്ക് ഒരു പ്രിവിലേജസ് മാത്രമായിട്ടൊരു ഇക്വാലിറ്റി വിഭാവനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബാക്കിയുള്ള ഇതിനെപ്പറ്റി ഫോർമാലിറ്റിയെ അതിനെപ്പറ്റിയുള്ള ആധികാരികമായ അറിവുകൾ നമ്മുടെ സെക്രട്ടറി മാഡം പറയുന്നതാണ്.